വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നോ അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നോ വേണമെങ്കിൽ പറയാം. പറഞ്ഞു വരുന്നത് ലക്ഷദ്വീപിലെ BJPയുടെ അവസ്ഥയെ പറ്റിയാണ്. BJPക്ക് തീരെ വേരോട്ടമില്ലാത്ത ലക്ഷദ്വീപിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ കഷ്ടിച്ചു പണിയെടുക്കുകയാണ് BJP. അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള പ്രഭാരികൾ ഊണും ഉറക്കവും ഒഴിച്ച് ദ്വീപിൽ താമര മുളപ്പിക്കാനുള്ള പെടാപ്പാടിലാണ്. പക്ഷെ BJPയെ സംബന്ധിച്ച ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലക്ഷദ്വീപിൽ ആകെയുണ്ടായിരുന്ന BJPക്കാരും ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് ജനതയോട് BJP നേതാക്കൾ കാണിക്കുന്ന ക്രൂരമായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ലക്ഷദ്വീപ് BJPയിൽ നേതാക്കളുടെ കൂട്ടരാജ്യസന്നദ്ധത ഇന്നുണ്ടായിരിക്കുന്നത്. ചെത്തിലാത്ത് BJPയിൽ നിന്നും പ്രസിഡന്റ് ആമിന, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ഹമീദ് MP, നൌഷാദ് പാളിച്ചപുര, മുല്ലക്കോയ, ഉമ്മുക്കുൽസ് തുടങ്ങിയവരാണ് ഇന്ന് BJPയിൽ നിന്ന് രാജ്യസന്നദ്ധ അറിയിച്ചത്. ഇവർ ഉടനെ തന്നെ ലക്ഷദ്വീപ് BJP സ്റ്റേറ്റ് പ്രസിഡന്റിന് രാജിക്കത്ത് നൽകും. ബിദ്ര BJP പ്രസിഡന്റ് ഹമീദ് കാക്കയിലവും ഇന്ന് BJP അംഗത്വം രാജിവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ലക്ഷദ്വീപിൽ പറയത്തക്ക വിധത്തിലുള്ള BJPക്കാരൊന്നുമില്ല. ആകെയുള്ളത് BJPയുടെ നേതാക്കൾ മാത്രമാണ്. അവിടെ BJPക്ക് അണികൾ ഉണ്ടോ എന്നതും ഒരു സംശയമാണ്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ നിന്നും BJPക്ക് ആകെ കിട്ടിയത് 125 വോട്ടുകൾ മാത്രമാണ്. അതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആകെയുണ്ടായിരുന്ന സംഖ്യകളും ലക്ഷദ്വീപിൽ BJPയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ്. ലക്ഷദ്വീപിൽ BJPയെ വളർത്താൻ സാക്ഷാൽ അബ്ദുള്ളക്കുട്ടിയെ വരെ BJP കേന്ദ്ര നേതൃത്വം കളത്തിലിറക്കിയിട്ടും ദ്വീപിലെ BJPയിലെ കൂട്ടരാജി അബ്ദുള്ളക്കുട്ടിക്ക് പോലും തടയാനായില്ല. ഒരുപക്ഷെ പ്രഫുൽ പട്ടേലിന്റെ പരിഷ്കാരങ്ങൾ ഒന്നും ദ്വീപിൽ നടപ്പിലാക്കിയിരുന്നില്ല എങ്കിൽ BJPക്ക് പഴയ പോലെ പാർട്ടിയിൽ നേതാക്കളെങ്കിലും ഉണ്ടായിരുന്നേനെ. ഇതിപ്പോൾ താമര മുളപ്പിക്കാൻ ഇത്രയൊക്കെ പണി ചെയ്തിട്ടും ഉണ്ടായിരുന്ന താമര കൂടി കരിയുന്ന കാഴ്ചയാണ് ലക്ഷദ്വീപിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.